Happy birthday, Hi dears, welcome to my YouTube channel. Hi, good morning. Today is my birthday. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ബർത്ത്ഡേ വ്ളോഗായിട്ട് എടുക്കണം എന്നാണ് ആഗ്രഹം. എന്താണെന്ന് അറിയില്ല. രാവിലെ എണീറ്റിട്ടുണ്ട്. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞു. പള്ളിയിൽ പോകാൻ പോണേണ്. ഞാൻ ഫ്രഷായി. ബർത്ത്ഡേ ആയതുകൊണ്ട് അതും ചിങ്ങ ഒന്നായതുകൊണ്ട് സാരി കൊടുത്ത് പോകണം എന്നാണ് ആഗ്രഹം പള്ളിയിൽ. നോക്കട്ടെ എങ്ങനെയാണെന്ന്. സോ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് വന്നു കേട്ടോ. പൊതുവേ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ സാരി വേറെയത്ത ആളാണ് ഞാൻ. പക്ഷേ ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ, പിന്നെ ചിങ്ങ വന്നു. അപ്പം പിന്നെ കുറച്ച് ട്രഡീഷണൽ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. സാരി ഉടുക്കലൊക്കെ കുറച്ച് തിടുക്കത്തിലായിരുന്നു. അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല. കുർബാന 8 മണിക്കാണ്. പക്ഷേ ഉടുത്തിരിങ്ങി വന്നപ്പോഴേക്കും സമയം 8:30 ആവാറായി. അതുകൊണ്ട് പിറന്നാളായിട്ടെങ്കിലും മുഴുവൻ കുർബാന കൂടണമല്ലോ എന്ന് കരുതി ഇന്ന് എൻ്റെ ഇടവക പള്ളിയിലേക്കാണ് കുർബാന കൂടാൻ വേണ്ടി പോകുന്നത്. അവിടെ ആകുമ്പോൾ 8:30ക്കാണ് കുർബാന തുടങ്ങുന്നത്. ഇതാണ് എൻ്റെ ഇടവക പള്ളി, ഹോളി ഫാമിലി ചർച്ച് നസ്രത്ത്. ചെന്നപ്പോൾ കുർബാനക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ടോ. പള്ളി നിറച്ച ആൾക്കാരായിരുന്നു. കുറെ നാൾക്ക് ശേഷം കേട്ടോ കുർബാന തുടങ്ങുന്നതിന് മുന്നേ പള്ളിയിലെത്തുന്നത്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുർബാന എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ പിറന്നാളായിട്ട് എനിക്ക് ജന്മം നൽകിയ എൻ്റെ അപ്പച്ചനമ്മച്ചിനെ പോയെന്ന് കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നന്ദിയോടെ ഓർക്കേണ്ടത് അവരെയാണല്ലോ. അങ്ങനെ ഓടി വീട്ടിലെത്തി അപ്പച്ചനമ്മച്ചിനെയും കണ്ട് അവരുടെ കയ്യിൽ നിന്ന് ബർത്ത്ഡേ വിഷ് വാങ്ങിയപ്പോഴേക്കും നമ്മുടെ ഡേ അങ്ങ് ചില്ലായി. എന്റെ ഇഷ്ടം ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു ഒന്ന് കെട്ടിപ്പിടിക്കണോ മോളെ. ഇങ്ങനെ 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 ബർത്ത്ഡേ ആയിട്ട് എനിക്ക് മാത്രമല്ല കേട്ടോ, ആഞ്ചലീനക്കും അപ്പച്ചനമ്മച്ചിയും ഗിഫ്റ്റ് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ അത്ര നല്ല മൂഡിലായിരുന്നില്ല. പക്ഷേ ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഗിഫ്റ്റ് ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ, അത് പിന്നെ കാണിക്കാം. അങ്ങനെ കിട്ടിയ ഗിഫ്റ്റും വാങ്ങിച്ച് വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക്. വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി എന്താണ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ത് ചെയ്താലും പ്ലാൻ ചെയ്യണം എന്നല്ലേ പറയുന്നത്. നോക്കാം. പള്ളിയിൽ പോയി. പള്ളിയിൽ നിന്ന് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നമ്മളിപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് വന്നത്. വലിയ ബർത്ത്ഡേ പ്രോഗ്രാം ഒന്നുമില്ല, വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു ഔട്ടിങ് പോകാമെന്ന് കരുതി. സോ ഈ സാരി ഒന്ന് മാറി ഡ്രസ്സ് ചെയ്യാൻ പോണേണ്. എങ്ങോട്ടാ പോകണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്താണോ തോന്നുന്നത് അതങ്ങ് ചെയ്യും. വണ്ടി എടുത്ത് പുറപ്പെടുമ്പോൾ എവിടേക്കാണ് പോകാൻ തോന്നുന്നത് അങ്ങോട്ടും പോവും. ബാക്കിയെല്ലാം എന്താണ് സംഭവിക്കുന്നത് അതൊക്കെ ഇന്ന് കാണാം. നിങ്ങൾക്ക് ഒരു ബർത്ത്ഡേ വ്ലോഗ് ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. പറ്റുന്ന പോലെ എല്ലാ മൊമെൻറ്റും ക്യാപ്ചർ ചെയ്യാൻ നോക്കാം. എന്തോ എനിക്കറിയില്ല, ബർത്ത്ഡേ ആണ്, പക്ഷേ എന്തോ ഒരു അത്ര അങ്ങോട്ട് സ്പെഷ്യാലിറ്റി തോന്നണില്ല എനിക്ക്. എന്താണെന്നറിയില്ല. ഇതാണോ ഇനി പ്രായത്തിൻ്റെ പക്വത? എന്താണെന്നറിയില്ല. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് വലിയ സ്പെഷ്യാലിറ്റി ഒന്നും തോന്നണില്ല. ഒരു നോർമൽ ഡേ പോലെ പോകുന്നു. എല്ലാവരും ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ അറിയില്ല, ഒരു സ്പെഷ്യാലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേവറായിട്ടൊന്നും തോന്നണമെന്നില്ല. ഒരു നോർമൽ ഡേ പോലെയാണ് സ്റ്റാർട്ടിങ്. എന്താവുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ എന്തായാലും പുറത്തേക്ക് പോകാൻ പോണേണ്. ഈ സാരിയൊക്കെ ഒന്ന് മാറ്റി ഡ്രസ്സപ്പ് ചെയ്തിട്ട് വരാം. അപ്പോൾ എന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ക്ലൈമറ്റ് കണ്ടാൽ അറിയാം, നല്ല അസൽ മഴക്കാറുണ്ട്. ഇടയ്ക്ക് വെച്ച് നല്ല മഴയും പെയ്തായിരുന്നു. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ പ്ലാൻ തന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്ന് ആദ്യം സംശയിച്ചു. പിന്നെ എന്തായാലും പ്ലാൻ ചെയ്തതല്ലേ, ഇറങ്ങിത്തിരിക്കാതെ ഞങ്ങളും കരുതി. രാവിലെ പ്ലാൻ ചെയ്ത യാത്ര മഴ കാരണം ഡിലേ ആയതുകൊണ്ട് ഉച്ചക്കാണ് ഇറങ്ങിയത്. സോ നല്ല വിശപ്പൊന്ന സമയമായതുകൊണ്ട് നമ്മുടെ വണ്ടി നേരെ വന്നത് സോൾട്ട് റെസ്റ്റോറൻറ്റിലാണ്, നമ്മുടെ തോപ്പുംപടിയിലുള്ള സോൾട്ടിൽ. ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ബർത്ത്ഡേ ലഞ്ച് കഴിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. സൺഡേ ആണ്, അതും ഉച്ചയ്ക്കാണ്. സോ നല്ല തിരക്കുണ്ടാവുന്ന കരുതിയാണ് കയറി ചെന്നത്. പക്ഷേ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായിരുന്നു. ആരും കോരും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ സമയത്ത്. അതുകൊണ്ട് വലിയ റഷും ബഹളമൊന്നും ഇല്ലാതെ വളരെ സമാധാനപൂർണ്ണമായ ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മളിരുന്നു. എന്തൊക്കെയോ കാര്യമായി ഓർഡർ ചെയ്യാൻ മെനു കാർഡ് പരതുന്ന തിരക്കിലായിരുന്നു ജോ. ഞാനും കുറേ പരതിയായിരുന്നു. കൺഫ്യൂഷൻ ആയതുകൊണ്ട് അവസാനം ജോനോട് തന്നെ ഓർഡർ ചെയ്യാൻ പറഞ്ഞു. സോ ഭക്ഷണം ജോ ഓർഡർ ചെയ്തു. അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന തന്നെയാണ് കാണുന്നത്. നല്ല വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് അതിനായിട്ട് വേണ്ടി കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ കാത്തിരിപ്പിൻ്റെ ഒരു സുഖം അത് ഭയങ്കര സംഭവം കേട്ടോ. ആദ്യം വന്നത് സ്റ്റാർട്ടറാണേ. സ്റ്റാർട്ടർ അല്ലെങ്കിലും ആദ്യം തന്നെയല്ലേ വരുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. നമ്മുടെ മെയിൻ ഡിഷ് വരുന്നതിന് മുന്നേ സ്റ്റാർട്ടർ കഴിച്ച് ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാമെന്ന് ഞങ്ങളും കരുതി. അല്ലെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്.
അങ്ങനെ നമ്മുടെ മെയിൻ ഡിഷ് എത്തി, ബീഫ് റിബ് മന്തി. പൊതുവേ നമ്മൾ മെനു കാർഡ് എത്ര കിടന്ന് പരതിയാലും അവസാനം എത്തുന്നത് മന്തിയിലാണ്. പക്ഷേ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് അൽഫാം മന്തിക്ക് പകരം ബീഫ് റിബ് മന്തി ഓർഡർ ചെയ്തു. പിന്നെ മന്തി എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. റിബ് മന്തി പൊതുവേ അങ്ങനെ ട്രൈ ചെയ്യാറില്ല. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് കുറച്ച് വെറൈറ്റി പിടിച്ചെന്ന് മാത്രം. ഇനി ഇത് ചൂടാറും മുന്നേ അങ്ങോട്ട് സെർവ് ചെയ്ത് അകത്താക്കണം. വിശദമായ സെർവിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് അടിയിലേക്ക് കടന്നു. ഈ റിബ് എന്നാ സോഫ്റ്റ് ആണെന്ന് അറിയാവോ? പിന്നെ റിബ് മന്തി കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ, അത്ര ടേസ്റ്റാണ്. അങ്ങനെ റിബ് മയോണൈസിലിട്ട് പെരട്ടി ചോറും കൂട്ടി നല്ലൊരു പിടിയങ്ങ് പിടിച്ചു. അങ്ങനെ ബർത്ത്ഡേ ലഞ്ച് കുശാലായി. ഫുഡ് അടി കഴിഞ്ഞപ്പോൾ ടേബിള് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ ഭൂമി പോലെയായി. ഫുഡ് അടിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എങ്ങോട്ടേക്ക് പോകണം എന്ന്. പലരും പറയോട്ടോ എന്ത് കാര്യം ചെയ്താലും അത് പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. പക്ഷേ ചില കാര്യങ്ങൾ പ്ലാൻ ഒന്നും ചെയ്യാതെ നമ്മുടെ മനസ്സിൽ തോന്നിയ പോലെ അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ. ചിലപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങൾക്കായിരിക്കോട്ടോ കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നതും. അങ്ങനെ വലിയ പ്ലാൻ ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പോകുന്ന വഴിക്ക് എങ്ങോട്ട് പോകാൻ തോന്നുന്നുവോ അങ്ങോട്ട് തന്നെ പോകാമെന്നായിരുന്നു ഡിസിഷൻ. സോ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് സൂപ്പറായിരുന്നു കേട്ടോ. ചൂടോ വെയിലോ അങ്ങനത്തെ ഒരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല മഴക്കാറ് കൊണ്ട് മൂടിയ ക്ലൈമറ്റ്. അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാൻ നല്ല സുഖമായിരുന്നു. ദേ ഈ ഒരു ക്ലൈമറ്റ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു കോസി ഫീലിംഗ് ഉള്ള ക്ലൈമറ്റ് ആയിരുന്നെന്ന്. പിന്നെ ഇത്തരം ക്ലൈമറ്റിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക സുഖം കേട്ടോ. ഈ ചൂടൊക്കെ ആയിരുന്നെങ്കിൽ സൂര്യൻ തലക്ക് മുകളിൽ നിന്ന് കരിയിപ്പിച്ച് കളഞ്ഞാൻ. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് നമ്മുടെ വണ്ടി നേരെ ചെന്ന് ഫോറം മാളിലെത്തി. സോ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഫോറം മാളായിരുന്നു. നേരെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്തു. മോള് കണ്ടപ്പോൾ തന്നെ ആഞ്ചലിന ആകെ എക്സൈറ്റഡ് ആയിരുന്നു. സോ അധികം ഡിലേ ആക്കാതെ ഞങ്ങൾ വേഗം മോളിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറി. എൻട്രൻസ് വഴി കയറി ലിഫ്റ്റ് എടുത്ത് നേരെ മുകളിലെത്തിയപ്പോഴേക്കും പെട്ടെല്ലാം വെളിച്ചവനെന്നായി. നേരെ ഫൺ സിറ്റി. പിന്നെ ആഞ്ചലിനക്ക് പുള്ളിക്കാരത്തിന്റെ എക്സൈറ്റ്മെന്റ് അടക്കാൻ പറ്റിയില്ല. പപ്പനെ വലിച്ചുകൊണ്ട് ഫൺ സിറ്റിയുടെ അകത്തേക്ക് ഓടിക്കയറുന്ന ആഞ്ചലിനെയാണ് നിങ്ങളിൽ കാണുന്നത്. സോ കയറുന്നതും കളിക്കുന്നതും എല്ലാം കൊള്ളാം. പക്ഷേ പപ്പയും മമ്മിയും വിളിക്കുമ്പോൾ തന്നെ വേഗം വന്നോളൂ എന്ന് പറഞ്ഞ് ആഞ്ചലിനെ കൺവിൻസ് ചെയ്യുന്ന പപ്പനെ നിങ്ങൾ കാണുന്നത്. പക്ഷേ കൺവിൻസിങ് ഒത്തില്ല. കാരണം ഫൺ സിറ്റി ആണല്ലോ, പിള്ളേരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇത്രത്തോളം ടോയ്സും കാര്യങ്ങളും ഒരുമിച്ച് കാണുമ്പോൾ പിള്ളേരാകെ എക്സൈറ്റഡ് ആവും. കുറച്ചധികം നേരം അവിടെ ചിലവഴിച്ച് നമ്മൾ പിന്നെ മോളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കറങ്ങി അടിച്ച് നടന്നു. കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഹൈപ്പറിലാട്ടോ എത്തിപ്പെട്ടത്. ഒരുപാട് നാളായിട്ട് ഞാൻ കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സാധനം വാങ്ങാൻ വേണ്ടി. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് പുള്ളി അത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. സോ ഇതാണ് ആ സംഭവം, ഡ്രീം കേക്ക്. ഒരുപാട് നാളായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിച്ച് കൊതിച്ചിരുന്നൊരു സാധനം കയ്യിൽ കിട്ടിയപ്പോൾ, അതും ബർത്ത്ഡേ ആയിട്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നേരെ ഫുഡ് കോർട്ടിലേക്ക് വന്നു. ഇനി ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇതങ്ങ് തുറന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞോട്ടോ. കാരണം ഒരുപാട് വീഡിയോസിൽ കണ്ടൊരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ പാട്, ഹാപ്പി ബർത്ത്ഡേ പാട്. ഞാൻ തന്നെ പറഞ്ഞ ബർത്ത്ഡേ സോങ്ങും പാടിപ്പിച്ച് കേക്കും കട്ട് ചെയ്തു നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങ് ഗ്രാൻഡ് ആക്കി. വളരെ ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയ ഒരു ബർത്ത്ഡേ കേക്ക് കട്ടിങ്. സത്യം പറഞ്ഞാൽ ഈ മൊമെന്റ്സ് ഒക്കെ പ്രൈസ്ലെസ് ആട്ടോ. എത്ര വലിയ ഗ്രാൻഡ് ബർത്ത്ഡേ സെലിബ്രേഷനേക്കാളും വളരെ പ്രൈസ്ലെസ് ആയ മൊമെന്റ്സ്. കേക്ക് കട്ട് ചെയ്ത് പരസ്പരം ഷെയർ ചെയ്ത് ഞങ്ങൾ ആ മൊമെന്റ്സ് എല്ലാം എൻജോയ് ചെയ്തു. ഞാൻ തിരിച്ചറിവായ കാലം മുതലേ കേക്ക് കട്ട് ചെയ്യാതെ എൻ്റെ ഒരു ബർത്ത്ഡേയും കടന്നു പോയിട്ടില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കോട്ടോ എൻ്റെ ഫാമിലി കൂടെ ഇല്ലാതെ ഈ ഒരു കേക്ക് കട്ടിങ് സെറമണി. സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതും സ്പെഷ്യലാണ്. ലൈഫ് ഒരു ഒഴുക്കിൽ അങ്ങോട്ട് പോണേലേ, അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഒഴുകുന്നു. പിന്നെ ഡ്രീം കേക്ക് കഴിക്കുക എന്നുള്ളത് എൻ്റെ വലിയ ഡ്രീമായിരുന്നു. പക്ഷേ എന്തോ ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്ത പോലെയൊന്നും ആയിരുന്നല്ലോ കേട്ടോ ഈ ഡ്രീം കേക്ക്. ഇനി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ നല്ല ഡ്രീം കേക്ക് ഞാൻ ഇതുവരെ കഴിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. കേക്ക് കഴിച്ച് മട്ടിച്ചിരിക്കുന്ന ഇരിപ്പാണ് നിങ്ങളീ കാണുന്നത്. സോ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഫുഡ് കോർട്ടിൽ നിന്ന് പയ്യെ ഇറങ്ങി. ഫുഡ് കോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കയറുന്നത് ഹാംലെസ്സിലേക്കാട്ടോ. പിന്നെ പറയണ്ടല്ലോ, ഈ മീനെ എങ്ങനെ ചൂണ്ടയെ കൊളുത്താന്നുള്ള ഗാഢമായ പരിശ്രമത്തിലായിരുന്നു ആഞ്ചലീന. പറഞ്ഞു വരുമ്പോൾ ബർത്ത്ഡേ എൻ്റെ ആണെങ്കിലും ഈ മോളിൽ വന്നിട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തതും എൻജോയ് ചെയ്തതും ആഞ്ചലീനയാട്ടോ.
എറി 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 എറി. കുറേ നേരം വളരെ ഹാപ്പി ആയിട്ട് മോളിൽ സ്പെൻഡ് ചെയ്ത് ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ ഫോറം ആളിനോട് ഭയം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ വലിയ പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചിട്ടോ. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അജ്മൽ പെർഫ്യൂംസിൽ കൊണ്ട് വണ്ടിയിൽ നിർത്തി ജോ അവിടെ നിന്ന് എനിക്കൊരു നാദിയ പെർഫ്യൂം ഗിഫ്റ്റ് ചെയ്തിട്ടോ. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയായി. തിരിച്ചു വരുന്ന വഴി അത്യാവശ്യം നല്ല ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തി ചായ കുടിക്കാൻ കയറി കേട്ടോ. അപ്പോഴേക്കും ആഞ്ചലീന നല്ല ഉറക്കത്തിലേക്ക് കടന്നു. കാരണം ക്ഷീണമുണ്ടാവും. അമ്മാതിരി കളിയായിരുന്നല്ലോ അവിടെ പോയി കളിച്ചത്. അവിടുന്ന് ഒരു ചായ കുടിച്ചപ്പോഴേക്കും ഫുള്ളി അങ്ങ് റീഫ്രഷ്ഡായി. സത്യം പറഞ്ഞാൽ ഈ ദിവസത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് എൻ്റെ ജോനോടാട്ടോ. എന്നെ ഇത്രത്തോളം ഹാപ്പി ആയിട്ട് കൊണ്ടുനടക്കുന്നതിന്. കാരണം ഒരു മാരേജ് ലൈഫ് ഇത്രത്തോളം ഹാപ്പി ആവുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തേയില്ല. യു ആർ സോ സ്പെഷ്യൽ. താങ്ക് യു മൈ ജോ. സോ നമ്മൾ വീട്ടിലെത്തി. വിശാലിൽ കയറി പർച്ചേസ് ചെയ്യേണ്ട ഇടക്ക് മൊബൈലിൻ്റെ ചാർജ് തീർന്നു പോയി. അപ്പോൾ ഓഫായി പോയതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ വിശാലിൽ കയറി ചെറിയ ഷോപ്പിംഗ് എല്ലാം നടത്തി. അവിടെ നിന്ന് ഇറങ്ങി ഒരു ബേക്കറി കയറി കുറച്ച് സ്വീറ്റ്സും കേക്ക്സ് എല്ലാം വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. അതോടുകൂടെ ബർത്ത്ഡേ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ഫങ്ഷൻ. ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് പ്ലാനൊന്നും ചെയ്യാതെ നമ്മൾ എന്താണ് തോന്നണത് അതേപോലെ ചെയ്ത് നടന്ന് പോയ ഒരു ബർത്ത്ഡേ. അങ്ങനെ ഒരു ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുന്നു. ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഇന്നൊരു ഫാമിലി മൊമെൻ്റ് ആയിരുന്നു കംപ്ലീറ്റ്ലി. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ തിരിച്ച് നമ്മുടെ റൂമിലെത്തി. വീട്ടിൽ വന്ന് ചെറുതായിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചു. ഇപ്പോൾ റൂമിലെത്തി. ഞാൻ ഇതുവരെ ഫ്രഷ് ആയിട്ടില്ല. ഫ്രഷായി ഇനി ഒറ്റ കിടപ്പാണ്. കാരണം അത്യാവശ്യം നല്ല അലച്ചിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ടയേർഡാണ്. ഇന്ന് ഫുള്ള് നമുക്ക് ബിസി ഡേ ആയിരുന്നു. ഫുള്ള് എല്ലാത്തിൽ നിന്നും ബിസി ആയിട്ട് നമ്മൾ മാത്രമുള്ളൊരു ബിസി. അതായിരുന്നു സംഭവം. കാരണം വേറെ എല്ലാ ഡിസ്ട്രാക്ഷനിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞ് നമുക്ക് മാത്രമുള്ള ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ നമ്മളിത് പരമാവധി എൻജോയ് ചെയ്തു. വളരെ ഹാപ്പി ആൻഡ് പീസ്ഫുള്ളായ ഒരു ബർത്ത്ഡേ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഐ ആം സോ ഹാപ്പി. നമ്മൾ എന്താ പറയുക, രാവിലെ ഈ ഡേ തുടങ്ങിയപ്പോൾ ഞാൻ അത്ര ഹാപ്പി ആയിരുന്നില്ല. എനിക്ക് എന്തോ സംതിങ് അറിയില്ല, എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പോലും തോന്നാത്തൊരു ഫീലിങ്സിലൂടെ ആയിരുന്നു കടന്നു പോയച്ചത് നമ്മൾ സ്റ്റാർട്ടിങ് ഡേ ഒക്കെ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ബർത്ത്ഡേയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. പിന്നെ പണ്ടത്തെ പോലെയുള്ള സെലിബ്രേഷനൊന്നും നടത്തിയില്ല. ബട്ട് മനസ്സിൽ ഒരാഗ്രഹമുണ്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ. ബട്ട് നെക്സ്റ്റ് ഇയർ ഹോപ്പ് ഇറ്റ്സ് ഹാപ്പൻസ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എനിക്ക് തന്നെ നടത്താൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇപ്പം ഞാൻ അതിൻ്റെ പരിശ്രമത്തിലാണ്. സോ ഞാൻ ആഗ്രഹിച്ച പോലെ, ഞാൻ സ്വപ്നം കണ്ട പോലെയുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ ഉടനെ തന്നെ, അടുത്ത വർഷം നടത്താൻ പറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രയത്നിക്കുന്നു. ആൻഡ് ഹോപ്പ് ഇറ്റ്സ് ഹാപ്പൻ സൂൺ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, ഇന്ന് ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാ വിഷസിനും, എല്ലാ സ്നേഹങ്ങൾക്കും, എല്ലാ ഗ്രീറ്റിങ്സിനും വളരെ വളരെ നന്ദി. എന്താ പറയുക, അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസും നല്ല എൻ്റർടൈനിങ് ആയ കണ്ടൻസും ആയിട്ട് പിന്നെയും വരാം. നമ്മളുടെ ലെങ്തി വീഡിയോസ് കുറച്ച് കുറവായിട്ട് ഞാൻ ഷോർട്സിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിരുന്നു വെച്ചത്. പക്ഷേ ഇനി നമ്മൾ വീക്ക്ലി വൈസെങ്കിലും, അറ്റ്ലീസ്റ്റ് വീക്ക്ലി ട്വൈസ് എങ്കിലും ഞാൻ ലെങ്തി വീഡിയോസ് ഇടാൻ വേണ്ടി ട്രൈ ചെയ്യും. നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസൊക്കെ വരാൻ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഇല്ല ഇപ്പം ഒന്നും പറയുന്നില്ല, അതെല്ലാം സർപ്രൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ എൻ്റെ തന്നെയാണ്. എല്ലാവർക്കും നന്ദി. ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും പിന്നെ നന്ദി. പിന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ ആൻഡ് വെൽക്കം ടു മൈ ഫാമിലി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.